നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അരിപ്പൊടി കൊണ്ടൊരു ലഡ്ഡു. അപ്പോൾ എങ്ങനെയാണ് ഈ അരിപ്പൊടി ലഡ്ഡു തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അരിപ്പൊടി ലഡ്ഡു തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചൂടായ ഒരു പാനിലേക്ക് ഒരല്പം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറോ നെയ്യോ എന്താണോ നമ്മുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം കിസ്മിസോ മുന്തിരിങ്ങ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് വറുത്ത് എടുത്ത് മാറ്റുക. അതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ആ ബട്ടറിനകത്തോ അല്ലെങ്കിൽ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിനും നമ്മൾ അതിനകത്തേക്ക് ഞാനിവിടെ എടുത്ത അരിപ്പൊടിയുടെ പകുതി അളവിൽ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഇളക്കി നമ്മുടെ അരിപ്പൊടിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്തിടാം. അതിന് ശേഷം ഞാനിവിടെ നമുക്ക് പാൽപ്പാട അല്ലെങ്കിൽ പാല് തന്നെ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി, ബട്ടറോ എന്തെങ്കിലും നന്നായിട്ട് ആ പൊടിയൊന്ന് ഒരു ചെറിയ നനവ് വരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പൊടി അതുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് എല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് നന്നായി ആറിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉരുട്ടി അതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരിങ്ങയോ കിസ്മിസോ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ലഡ്ഡു തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ലഡ്ഡു ഇരിക്കുക. ഇനിയിപ്പോൾ വേണേച്ചാൽ അത് ഇച്ചിരി ഉണക്ക തേങ്ങ നന്നായിട്ടൊന്ന് പൊടിച്ച് അതിനകത്തിട്ടൊന്ന് ഇളക്കിയ ശേഷം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ലഡ്ഡുവിന് കാണാനും നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.